എല്ലാ ക്രിസ്ത്യാനികളും സ്വർഗത്തിൽ പോകുമോ? കേൾക്കുമ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിട്ട് തോന്നാം, അല്ലേ? പക്ഷെ ഇതിന്റെ ഉത്തരം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിലും തർക്കങ്ങളിലും പ്രവചനങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. വാ, നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു ആശയക്കുഴപ്പമാണ്. ഇതിനെ പല വഴികളുള്ള ഒരു പ്രതിസന്ധി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഈ ഒരു സംഖ്യ നോക്കൂ, 70-ലധികം. ഇതൊരു ചെറിയ കണക്കൊന്നുമല്ല. എന്താണ് ഈ സംഖ്യയുടെ പിന്നിലെ രഹസ്യം? അപ്പോ എന്താണ് ഈ സംഖ്യ? മുഹമ്മദ് നബി പ്രവചിച്ചത് പ്രകാരം ക്രിസ്ത്യാനികൾ വിഭജിക്കപ്പെടാൻ പോകുന്ന വിഭാഗങ്ങളുടെ എണ്ണമാണിത്. ഒന്നോർക്കണം, ഒരൊറ്റ വിശ്വാസത്തിൽ നിന്നാണ് 70-ലധികം വഴികൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്നാൽ ആ പ്രവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ 70-ൽ പരം വിഭാഗങ്ങളിൽ ഒരെണ്ണം മാത്രമേ രക്ഷപ്പെടൂ. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യമിതാണ്, ആ ഒരൊറ്റ ശരിയായ വിഭാഗത്തെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സത്യത്തിലേക്കുള്ള വഴി എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള സൂചനകൾ ഒരുപക്ഷേ ആ പ്രവചനത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. നമുക്കൊന്ന് നോക്കാം. മുഹമ്മദ് നബിയുടെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവരെല്ലാം നരകത്തിലായിരിക്കും, രക്ഷപ്പെട്ട ഒരു വിഭാഗം ഒഴികെ. ഒന്നാലോചിച്ചു നോക്കൂ ആ വാക്കുകളുടെ ഒരു ഗൗരവം. ശരിയായ വഴി കണ്ടെത്തുന്നത് വെറുമൊരിഷ്ടമല്ല, അത് നിത്യതയുടെ കാര്യമാണ്. ഇനി ഈ സ്ലൈഡ് നോക്കൂ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കമ്പാരിസനാണ്. ഒരു വശത്ത് യേശു പറയുന്നു രക്ഷയിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്. മറുവശത്ത് മുഹമ്മദ് നബി പ്രവചിക്കുന്നു ഒരൊറ്റ വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കും. അതായത് 2 പ്രവാചകന്മാർ, ഒരേ ആശയം. ശരിയായ പാത ഒന്നേയുള്ളൂ, അത് കണ്ടെത്താൻ അത്ര എളുപ്പമല്ല. ശരി, അപ്പൊ നമുക്ക് നേരെ യേശുവിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം. ക്രിസ്തുമതത്തിലെ ആദ്യത്തെ വലിയ ഭിന്നതകൾക്ക് കാരണക്കാരായ 3 പ്രധാനപ്പെട്ട നേതാക്കളെക്കുറിച്ചും അവരുടെ വിഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെയാൾ സാക്ഷാൽ സൈമൺ പീറ്റർ. യേശു തന്നെ പാറ എന്ന് വിശേഷിപ്പിച്ച് തന്റെ സഭയെ നയിക്കാൻ നേരിട്ട് തെരഞ്ഞെടുത്ത പിൻഗാമി. അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ നേതാവാകേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. രണ്ടാമത്തെയാൾ പോൾ. അദ്ദേഹത്തിന്റെ കഥ ഒരു വലിയ ട്വിസ്റ്റാണ്. കാരണം ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ വേട്ടയാടിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പെട്ടെന്നൊരു ദിവസം യേശുവിന്റെ ദർശനം കിട്ടിയെന്ന് പറഞ്ഞ് ഒരു പ്രബോധകനായി മാറുകയായിരുന്നു. ഈ മാറ്റം തുടക്കം മുതലേ ഒരുപാട് സംശയങ്ങൾക്കിട നൽകിയിരുന്നു. മൂന്നാമത്തെയാൾ സൈമൺ ദി മജീഷ്യൻ, വഞ്ചകൻ എന്നറിയപ്പെടുന്നയാൾ. അത്ഭുതങ്ങൾ കാണിച്ച് ഒരുപാടുപേരെ ആകർഷിച്ച ഒരു മാന്ത്രികൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആത്മീയമായിരുന്നില്ല. പകരം അപ്പസ്തോലന്മാരുടെ കയ്യിൽ നിന്ന് ദൈവിക ശക്തി പണം കൊടുത്തു വാങ്ങാനായിരുന്നു പുള്ളിയുടെ ശ്രമം. ഓക്കേ, ഇനി നമുക്ക് ഈ 3 നേതാക്കൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ശരിക്കുള്ള വഴി മാറിപ്പോകുന്നത് ഇവിടെ വെച്ചാണ് എന്നാണ് ഈ സോഴ്സ് പറയുന്നത്. പീറ്ററും പോളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, പോൾ പറഞ്ഞത് തനിക്ക് യേശുവിൽ നിന്ന് നേരിട്ട് ദർശനം കിട്ടിയെന്നാണ്. പക്ഷേ യേശു നിയമിച്ച നേതാവായ പീറ്ററിനോട് ചോദിച്ച് അതൊന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. രണ്ടാമതായി, പരിച്ഛേദനം പോലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ പീറ്ററിന്റെ പഠിപ്പിക്കലുകൾക്ക് നേരെ വിപരീതമായിരുന്നു പോൾ പഠിപ്പിച്ചത്. പോരാത്തതിന് പോൾ പരസ്യമായി പീറ്ററിനെ ഒരു കപടവിശ്വാസി എന്നുവരെ വിളിച്ചു. അവസാനം യഹൂദരല്ലാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ക്രിസ്തുമതത്തെ മാറ്റിയതുകൊണ്ട് പോളിന് ഒരുപാട് അനുയായികളെ കിട്ടി. ഈ ടേബിൾ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ ക്ലിയറാവും. യഹൂദ നിയമങ്ങൾ പാലിക്കണമെന്ന് പീറ്റർ പറഞ്ഞപ്പോൾ പോൾ അതിൽ അയവു വരുത്തി. പരിച്ഛേദനം നിർബന്ധമാണെന്ന് പീറ്റർ പഠിപ്പിച്ചു. പോൾ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന്. അധികാരത്തിന്റെ കാര്യത്തിലോ? പീറ്ററിന് അധികാരം കൊടുത്തത് യേശു നേരിട്ടാണ്. പക്ഷെ പോളിന്റെ അധികാരം അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്ന ഒരു പേഴ്സണൽ ദർശനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇനി സൈമൺ ദി മജീഷ്യന്റെ കാര്യമെടുക്കാം. അദ്ദേഹത്തിന്റെ അനുയായികൾ ദൈവത്തിന്റെ മഹത്തായ ശക്തി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ പീറ്റർ അദ്ദേഹത്തെ ദുഷ്ടനെന്ന് വിളിച്ച് പുറത്താക്കി. പിൽക്കാലത്ത് പ്രചരിച്ച ചില കഥകളനുസരിച്ച് ഇയാൾ വായുവിൽ പറക്കുന്ന അത്ഭുതമൊക്കെ കാണിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ മരണം പീറ്ററിനെ കുരിശിൽ തറയ്ക്കുന്നതിലേക്ക് നയിച്ചു എന്നും ചില വിവരണങ്ങളിൽ പറയുന്നു. അപ്പോ ഇത്രയും സംഘർഷങ്ങൾക്കും ഭിന്നതകൾക്കും ശേഷം എന്താണ് ഈ സോഴ്സിന്റെ ഫൈനൽ വേർഡിക്റ്റ്? പ്രവചനത്തിൽ പറഞ്ഞ ആ രക്ഷപ്പെട്ട ഒരൊറ്റ വിഭാഗം അതേതാണ്? ഒരു വിവരണത്തിൽ മുഹമ്മദ് നബി തന്നെ ആ രക്ഷപ്പെട്ട വിഭാഗത്തെ തിരിച്ചറിയുന്നുണ്ട്. അത് സൈമൺ പീറ്ററിനെ പിന്തുടരുന്ന വിഭാഗമാണ്. അതെ, ഈ സോഴ്സിന്റെ നിഗമനം വളരെ വ്യക്തമാണ്.
പ്രവചനമനുസരിച്ച് രക്ഷപ്പെട്ട വിഭാഗം പീറ്ററിന്റെ അനുയായികളുടേതാണ്. അപ്പോ എന്തുകൊണ്ടാണ് പീറ്ററിന്റെ വഴി മാത്രം ശരിയാകുന്നത്? അതിന്റെ ഒരു ലോജിക് ഇങ്ങനെയാണ്. 1. ദൈവം ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. അത് യേശു. 2. ആ പ്രതിനിധി ഒരു പിൻഗാമിയെ നിയമിക്കുന്നു. അത് പീറ്റർ. 3. അപ്പോൾ ദൈവം നിയമിച്ച ഈ ശൃംഖലയെ പിന്തുടരുന്നതാണ് യഥാർത്ഥ വഴി. 4ാമത്തെ പോയിന്റ് ഇതാണ്. ദൈവീക നിയമനമില്ലാത്ത പോളിനെയോ സൈമണിനെയോ പോലുള്ളവരെ പിന്തുടരുന്നത് ആളുകളെ വഴിതെറ്റിക്കും. ഇതാണ് ഇതിലെ പ്രധാന ആശയം. പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഈ സോഴ്സ് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇന്നത്തെ കത്തോലിക്കാ സഭ പീറ്റർ സ്ഥാപിച്ച ആ ഒറിജിനൽ രക്ഷപ്പെട്ട വിഭാഗമല്ല. അപ്പോ പീറ്ററിന്റെ ആ ഒറിജിനൽ വഴിക്ക് പിന്നെന്തുപറ്റി? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സമയം. പീറ്ററിന്റെ കാലവും റോമൻ സഭ ഔദ്യോഗികമായി നിലവിൽ വന്നതും തമ്മിൽ നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തേത് പോളിന്റെ സ്വാധീനം. അദ്ദേഹത്തിന്റെ എളുപ്പമുള്ള പഠിപ്പിക്കലുകൾക്ക് റോമൻ സാമ്രാജ്യത്തിലെ ഭയങ്കര സ്വീകാര്യത കിട്ടി. അങ്ങനെ അവസാനം സഭ പീറ്ററിന്റെ അധികാരവും പോളിന്റെ പഠിപ്പിക്കലുകളും ചേർന്നൊരു മിക്സ്ചറായി മാറി. പോരാത്തതിന് റോമൻ ചക്രവർത്തി സഭയുടെ തലവനായതോടെ യഥാർത്ഥ ആത്മീയ പിന്തുടർച്ച എന്ന ആശയവും ഇല്ലാതായി. അപ്പോൾ ചുരുക്കത്തിൽ ഈ സ്രോതസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം ഇതാണ്: ദൈവികമായി നിയമിക്കപ്പെട്ട ഒരു നേതൃത്വത്തെ പിന്തുടരുക എന്നതാണ് പ്രധാനം. ഈ ഒരു തത്വം ഇന്നത്തെ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.